അഗ്രി ഗുരുവിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഫുഡ് അഡിക്റ്റീവ്സ്. അപ്പോൾ ഈ അഡിക്റ്റീവ്സ് ആഡ് ചെയ്യുന്ന സാധനം, അഡിക്റ്റീവ്സ് അത്രയേ ഉള്ളൂ ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തായിട്ട് പറയാം? അഡിക്റ്റീവ്സ് ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് എല്ലാം അഡിക്റ്റീവ്സ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നതെന്ന് പറയുന്നത് നോൺ ന്യൂട്രിറ്റീവ് സബ്സ്റ്റൻസസ് ആഡഡ് ടു ദ ഫുഡ്. നമുക്ക് പ്രത്യേകിച്ച് ന്യൂട്രീഷണൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത ആ ഭക്ഷണത്തിൻ്റെ ഒരു ഫ്ലേവറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക മണമോ കളറോ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയുന്നത് നമ്മൾ എസെൻസുകൾ ചേർക്കാറുണ്ട് അല്ലേ? നമ്മുടെ ഫ്രൂട്ട് ജ്യൂസിലും അല്ലെങ്കിൽ നമ്മൾ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതിൽ എസെൻസുകൾ ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കളർ എസെൻസോ അല്ലെങ്കിൽ നമുക്ക് കളർ അല്ലേ, ഫുഡ് കളേഴ്സ് ചേർക്കാറുണ്ട് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്, അപ്പിയറൻസിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു വസ്തുക്കളെയാണ് നമ്മൾ സാധാരണ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നമുക്കത് എന്നെ കുറച്ചും കൂടെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആ നോൺ ന്യൂട്രിറ്റീവ് സബ്സ്റ്റൻസസ് മാത്രമല്ല, നമ്മുടെ സാധാരണ നാച്ചുറൽ ഫുഡിന് ഉപരി അതിലേക്ക് ഒരു ഭക്ഷണത്തിലേക്ക് എന്തൊക്കെ അതർ സബ്സ്റ്റൻസസ് ആഡ് ചെയ്യുന്നോ അതിനെ എല്ലാത്തിനെയും നമ്മളിപ്പോൾ എന്തായിട്ടാണ് പറയുന്നത്? ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ടാണ് പറയുന്നത്. നേരത്തെ നമ്മൾ നോൺ ന്യൂട്രീറ്റീവ് സബ്സ്റ്റൻസസിനെ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. നമുക്ക് ഭക്ഷണം നാച്ചുറലായിട്ട് ഒരു ഭക്ഷണത്തിൽ നാച്ചുറലായിട്ടുള്ള ഫുഡിന് ഉപരി ബാക്കി നമ്മൾ അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യുന്നോ അതിനെയൊക്കെ നമ്മൾ എന്തായിട്ട് പറയാറുണ്ട്? നമ്മുടെ ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഫുഡ് അഡിക്റ്റീവ്സ് നമ്മൾ പല രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നമ്മൾ മനഃപൂർവ്വം ചേർത്ത് കൊടുക്കുന്ന സാധനമാണ്. അതായത് ഒന്നില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടാം, അതിനെയാണ് നമ്മൾ അതിന് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയാറുണ്ട്, എൻറിച്ച്മെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ ഒരു ഭക്ഷണത്തിൽ ഒരു ന്യൂട്രിയൻറ്റ് ഇല്ല, അതിന് വേണ്ടിയിട്ട് ആ ന്യൂട്രിയൻറ്റ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ന്യൂട്രിയൻറ്റ് പോയി, ഒന്നിലധികമോ ന്യൂട്രിയൻസ് പോയി, അപ്പോൾ അതിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് പറയാറുണ്ട്? നമുക്ക് മനഃപൂർവ്വം നമ്മൾ ആ ഭക്ഷണത്തിന് ഒരു ന്യൂട്രിയൻ്റ് ഒരു സാധനം സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് നമ്മൾ ഫുഡ് അഡിക്റ്റീവ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഇനി നമുക്ക് ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ കേടുവന്ന് പോകാൻ സാധ്യത കൂടുതലാണ് അല്ലെ, പെട്ടെന്ന് കേടുവന്ന് പോകാം. അപ്പോൾ അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒക്കെ നമുക്ക് എന്തായിട്ട് പറയാം? ഇൻറ്റൻഷനലി നമ്മൾ ആഡ് ചെയ്യുന്ന ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ട് പറയാറുണ്ട്. ഇത് ഇൻറ്റൻഷനലി മനഃപൂർവ്വം ചെയ്തു കൊടുക്കുന്നതാണ്, അറിഞ്ഞുകൊണ്ട്. നമുക്കതിനൊരു ബെനിഫിറ്റ് ഉണ്ട് ആ ഭക്ഷണം സൂക്ഷിച്ച് വെക്കാനായിട്ടോ അതിൻ്റെ കളർ കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ അതേപോലെ അതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇൻറ്റൻഷനലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അറിയാതെ പറ്റുന്നത് ഇൻസിഡൻറ്റൽ, അതായത് നമുക്ക് അറിയാതെ പറ്റിപ്പോകുന്നതാണ്. അത് മിക്കപ്പോഴും ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ മെഷീനിൽ നിന്ന് ലീക്കാവുന്ന സാധനങ്ങളോ കെമിക്കൽസോ അങ്ങനെ വരുന്ന, ചിലപ്പോൾ ഓയിൽ വരാം, അതൊക്കെ നമുക്ക് ഇൻസിഡൻ്റലി, അത് എപ്പോഴും നമുക്ക് എന്താവണമെന്നില്ല, നമുക്ക് ബെനിഫിഷ്യൽ ആവണം എന്നില്ല. അറിവോടുകൂടിയല്ല, അറിയാതെ ആ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് പറ്റിപ്പോകുന്ന ചില സാധനങ്ങൾ, അതാണ് ഇൻസിഡൻ്റൽ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ്, ഇപ്പോൾ അത് കൂടുതലും വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു സാധനമല്ല, അത് നമുക്ക് ഈ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആ പാക്കേജുമായിട്ട് നമുക്ക് എന്ത് വരും? ഈ ഫുഡിന് റിയാക്ഷൻ വന്നേക്കാം. അങ്ങനെ നമുക്ക് സംഭവിക്കുന്ന അഡിക്റ്റീവ്സ്, അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ കാണുന്ന അഡിക്റ്റീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഒരുപാട് അഡിക്റ്റീവ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഗുണകരമായിട്ടുള്ളതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്. ഇപ്പോൾ ഗുണകരമായിട്ടുള്ള നമ്മൾ ഇൻറ്റൻഷനലി നമ്മൾ ആഡ് ചെയ്യുന്നതിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മളിപ്പോൾ കുറേ നമുക്ക് കിട്ടാറുള്ള സാധനങ്ങളാണ് ഈ ശരിക്കും പഞ്ചസാര ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പഞ്ചസാരയ്ക്ക് പകരമുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അല്ലെങ്കിൽ സ്റ്റീവിയ പോലത്തുള്ള നാച്ചുറൽ സ്വീറ്റ്നേഴ്സ്, അതായത് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ, അതൊക്കെ നമുക്ക് എന്ത് പറയാം? ഇൻറ്റൻഷണൽ അഡിക്റ്റീവ്സ് ആയിട്ട് പറയാറുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കളറ്, നമ്മൾ എസെൻസ്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? നമ്മുടെ ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. താങ്ക് യു.